പ്രിയമുള്ളവരെ നമസ്കാരം. ഗസയിൽ താത്കാലികമായ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും അത് എത്രത്തോളം കാലം നീണ്ടുപോകും എന്ന രീതിയിൽ വലിയ സംശയങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കരാറിൽ ഇസ്രായേലും ഹമാസും ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒപ്പുവെച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അവരുടെ മേൽ ആർക്കും കുറ്റം ചുമത്തുവാൻ കഴിയില്ല. കാരണം ഒപ്പുവെക്കപ്പെടാത്ത ഒരു കരാറാണ്. നമ്മൾ നാട്ടിൽ സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ അടികൂടിയാലും ഈ മധ്യസ്ഥരൊക്കെ ഇടപെട്ട് അടികൂടിയ രണ്ട് വ്യക്തികളെയും തമ്മിൽ കൈകൊടുപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ കരാറിൽ വെച്ചതാകട്ടെ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളാണ്. ഇസ്രായേലും ഒപ്പം ഹമാസും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നത് ഈ കരാർ എപ്പോഴും ലംഘിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയായി തന്നെയാണ് അന്തർദേശീയ വിദഗ്ധരൊക്കെ വിശകലനം ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും തുർക്കി ഇസ്രായേൽ ഈ കരാറിന് ഒപ്പിടാൻ വന്നാൽ തുർക്കി വരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇസ്രായേൽ വരാത്തതെന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. ഒപ്പം ഈ കരാറിൽ ഹമാസിനെ നിരായുധീകരിക്കുവാൻ വ്യവസ്ഥകളുള്ളത് കൊണ്ട് ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം സാധ്യമാകുന്നത് വരെ തങ്ങൾ ആയുധം ഉപേക്ഷിക്കില്ല എന്ന ഒരു കടുംപിടുത്തത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഹമാസ് ഈ കരാറിൽ ഒപ്പിടാൻ വരാത്തത്. എന്തായാലും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇവർ രണ്ടു കൂട്ടരും ഒപ്പിടാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കരാർ ലംഘിക്കപ്പെട്ടു എന്ന് പറയുവാൻ സാധ്യതയില്ല. കാരണം രണ്ടുപേരും ഈ കരാറിൽ ഒപ്പിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുപക്ഷെ ഇസ്രായേൽ കൂടുതൽ പ്രാധാന്യം അതിനാണ്. ഇസ്രായേൽ ഗസയിലേക്ക് വീണ്ടും അധിനിവേശം നടത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്തർദേശീയ വിദഗ്ധരൊക്കെ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടിയിരുന്നത് 28 മൃതദേഹങ്ങളാണ് ഈ കരാർ പ്രകാരം. പക്ഷേ ഇപ്പോൾ 9 എണ്ണമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ആളുകൾ ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയ ആളുകൾ 28 പേരും കൊല ചെയ്യപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ്. ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്ന സമയത്താണ് ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങളൊക്കെ ചിലത് അപ്പോൾ അവരെ താമസിപ്പിച്ചിരുന്ന ബങ്കറുകളിൽ അടക്കം ചെയ്തു, മറ്റു ചിലതൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ അടക്കം ചെയ്തു. പക്ഷേ തുടർന്ന് ഇസ്രായേലിൻ്റെ കടുത്ത വ്യോമാക്രമണം ഉണ്ടായി. ഈ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇവരുടെ മൃതദേഹങ്ങൾ അടക്കിയിരുന്ന ഭാഗം എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതിൻ്റെ മുകളിൽ വീണിട്ടുണ്ട്. അതൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പോൾ പ്രയാസകരമാണ്. അത്തരം യന്ത്രങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നാൽ മാത്രമേ ഇത്തരം മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഇസ്രായേലിന് കൈമാറാൻ പറ്റൂ എന്നാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൊടുക്കണം എന്ന ഒരു പിടിവാശിയിലാണ് ഇസ്രായേൽ. എന്തായാലും ഇത് ആ പ്രദേശത്തെ സമാധാന സാധ്യതകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്ന വിശകലന മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഹമാസിൻ്റെ നിരായുധീകരണത്തിന് ഇതിന് വ്യവസ്ഥകളുണ്ടായിരുന്നു ഈ കരാറിൽ. പക്ഷേ ഹമാസ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥകൾ ഹമാസിന് പാലിക്കേണ്ടതുമില്ല. ഈ ഇസ്രായേൽ തിരിച്ചുപോയതിനു ശേഷം, ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ഹമാസ് ഗസയിലേക്ക് തിരിച്ചു വരുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തിരുന്ന ചില ഗോത്രങ്ങളെയൊക്കെ ഹമാസ് വേട്ടയാടുന്നുണ്ട്. അവരെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഹമാസ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അധിനിവേശ സമയത്ത് തങ്ങൾക്ക് വേണ്ടി വിവരങ്ങൾ ചോർത്തി തന്ന, തങ്ങൾ ചെലവും കൊടുത്ത് വളർത്തിയ ആളുകളെയൊക്കെ ഹമാസ് ഇപ്പോൾ കൊല്ലുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു കോപം വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന നിഗമന മാധ്യമങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ചും ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഗസയിൽ പട്ടിണിയായിരുന്നപ്പോഴും, ഗസക്കാർ ആഹാരം കിട്ടാതെ വലഞ്ഞപ്പോഴും ഇസ്രായേൽ അവർക്ക് വേണ്ടി ആഹാര പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുത്തു, ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു, വില്ലകൾ തന്നെ, വലിയ വില്ല പ്ലാന്റുകൾ തന്നെ പണിഞ്ഞു കൊടുത്തു എന്ന റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇസ്രായേൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിഫലമാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് ഗസ പൂർണ്ണമായി സ്വതന്ത്രമാകുന്നത് വരെ തങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. വേണമെങ്കിൽ 5 വർഷം വെടിനിർത്തൽ കരാറിന് സമ്മതമാണ് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന വലിയ നിഗമനങ്ങൾ തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ. മറ്റൊന്ന്, അമേരിക്കയുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു സംയുക്ത സൈന്യം ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ്. പക്ഷേ അറബ് സൈന്യം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അത് നിരസിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു തമ്മിൽ ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശമായിട്ടാണ് അവരിപ്പോൾ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ചും അവിടെ അറബ് സൈന്യം വന്നാൽ സ്വാഭാവികമായിട്ടും ഹമാസും ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു യുദ്ധമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കാരണം ഹമാസ് പറയുന്നത് ഒരു വിദേശ സൈന്യത്തെയും അവിടെ അനുവദിക്കില്ല എന്നാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അറബ് സൈന്യം ഇപ്പോൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുന്നു എന്ന വാർത്ത തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുകൂടി ഈ അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഗസയോടനുബന്ധിച്ച് വരുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ ചില
വിമാനത്താവളങ്ങളിൽ അവിടുത്തെ സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ സ്പീക്കറുകളെയൊക്കെ ഹാക്കർമാർ ഹാക്ക് ചെയ്തിട്ട് അവിടുത്തെ സ്പീക്കറുകളിൽ വടക്കേ അമേരിക്കയുടെ വിമാനത്താവളങ്ങളിലെ സ്പീക്കറുകളിൽ ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യം മുഴങ്ങി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഒപ്പം അവിടുത്തെ സ്ക്രീനിൽ, അതായത് ഫ്ലൈറ്റ് വരുന്ന സമയങ്ങൾ മറ്റും കാണിക്കുന്ന ചാർട്ടുകളിൽ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതി കാണിക്കുന്ന രീതി, ഫലസ്തീനിൽ രക്തസാക്ഷിത്വം വഹിച്ച നേതാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വരുന്ന ഒരു രീതിയിൽ ഹാക്കർമാർ നുഴഞ്ഞുകയറി എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരികയാണ്. മറ്റൊരു വാർത്ത ഇതോടനുബന്ധിച്ച് വരുന്നത് എന്തെന്ന് വെച്ചാൽ, തുർക്കി സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഗസയിൽ ഉണ്ടാകുന്നത് ഇസ്രായേൽ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ അതിന് വൈമനസ്യം പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരികയാണ്. അമേരിക്കയിലെ ചില ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരിക്കലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിരിക്കില്ല തുർക്കി സൈന്യം അവിടെ വരുന്നത്, ഗസയിലോട്ട് വരുന്നത്. കാരണം ഗസയിൽ സമാധാനത്തിനു വേണ്ടി വരുന്ന തുർക്കി സൈന്യം അവർ ഹമാസുമായി ബന്ധം സ്ഥാപിക്കും എന്ന നിഗമനമാണ് അവർ നടത്തുന്നത്. ഈ കരാർ അനുസരിച്ച് അമേരിക്ക സൈന്യം വരുന്നത് ഒരിക്കലും ഗസയിലോട്ടല്ല, മറിച്ച് ഇസ്രായേലിലോട്ടാണ്. ഗസയിലോട്ട് ഒരിക്കലും അമേരിക്കൻ സൈന്യം കടന്നു വരില്ല. ഗസയിലോട്ട് വരുന്നത് തുർക്കിയുടെ സൈന്യമാണ്. അങ്ങനെ വരുന്ന തുർക്കി സൈന്യം സ്വാഭാവികമായും ഹമാസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും. അത് ഹമാസിന്റെ തിരിച്ചുവരവിന്, ഹമാസിന് സഹായകമാകും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ലിബിയയിലെ അമേരിക്കൻ അംബാസിഡർ 2022 കൊല ചെയ്യപ്പെട്ടതിന് പിന്നിൽ തുർക്കി ഉണ്ട്, അല്ലെങ്കിൽ തുർക്കി അറിഞ്ഞിട്ടാണ് എന്ന ചില നിഗമനങ്ങൾ അമേരിക്കയുടെ ചില ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ആ മേഖലയിൽ തുർക്കി സംരക്ഷിക്കുക അമേരിക്കയുടെ താല്പര്യങ്ങളല്ല, മറിച്ച് ഫലസ്തീൻ്റെയും ഹമാസിൻ്റെയും ഗസയുടെയും ഒക്കെ താല്പര്യങ്ങളായിരിക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങളും മാധ്യമങ്ങൾ നടത്തുകയാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെ ഇപ്പോൾ കൂടുതൽ തുർക്കിയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, സിറിയയിൽ ഇപ്പോൾ തുർക്കി അനുകൂല ഭരണകൂടമാണുള്ളത്. മാത്രമല്ല, തുർക്കി വലിയ രീതിയിൽ സിറിയയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. തുർക്കിയുടെ സൈനിക യൂണിറ്റുകളെ സിറിയയിലേക്ക് കൊണ്ടുവരുവാൻ തുർക്കി ശ്രമിക്കുന്നു. മാത്രമല്ല, ഡ്രോണുകളും മറ്റും തുർക്കി ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കൂടുതൽ കൊണ്ടുവരുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് സിറിയയിലേക്ക് കൊണ്ടുവരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. തുർക്കിയുടെ ഒരു ആവശ്യം എന്തെന്ന് വെച്ചാൽ, തുർക്കിയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യമുണ്ടായിട്ട് ഇറാഖിനെ തകർക്കുക എന്നതാണ്. ഇറാനോടൊപ്പം ചേർന്ന് ഒരു ഇറാൻ സംയുക്ത സൈന്യം അത് ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കുന്ന ഒരു രീതിയില്ല. തുർക്കിക്ക് സ്വയം ഇസ്രായേലിനെ വരുതിയിൽ കൊണ്ടുവരിക എന്ന രീതിയിലാണ് തുർക്കി ചിന്തിക്കുന്നത് എന്ന ഒരു നിഗമനം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഒരു രീതിയിൽ സംഘർഷം അവസാനിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു രീതിയിൽ ആ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് അവിടെ ഗസയിൽ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത ആളുകളെ കൂട്ടമായി പിടികൂടുകയും അവരെ പൊതുമധ്യത്തിൽ വധിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അത് അമേരിക്കയും ഇസ്രായേലിനെയും കൂടുതൽ ചൊടിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.